നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. അപ്പോൾ ഈ തിരുവര ക്ഷേത്രത്തിൻ്റെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഒരു കൂടോത്രം എന്നുള്ളൊരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരും വിശ്വസിച്ചില്ല എങ്കിലും അനുഭവസ്ഥനാണ് വീഡിയോ ചെയ്യുന്നത് ഈ രാജേഷ് കുമാർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ അസ്വസ്ഥത, ഇപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ച് വെറുതെ പിന്നെ അത് വീണ്ടും അഡീഷണലിലോട്ടോ എല്ലാം പോകും. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി ഒന്ന് പരീക്ഷണമല്ല, ഒരു ഭക്തിയോട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ബലം 100% ഉറപ്പായിട്ടും കിട്ടും. തിരുവിഴ ചേർത്തലയാണ് അമ്പലം. നല്ല ഫേമസായ അമ്പലമാണ്, നല്ല പോസിറ്റീവ് വൈബാണ്. അതായത് നിങ്ങളവിടെ പോകുമ്പോൾ അറിയാൻ പറ്റും, എല്ലാ വരുന്ന ആൾക്കാരുടെ മുഖത്തും ഒരു ഐശ്വര്യം എന്നൊരു സംഭവം ഉണ്ടല്ലോ, ഈ മൂദേവി പിടിച്ച് അങ്ങനത്തെ നമ്മൾ പറയുമല്ലോ, അതേപോലെ വരുന്നവർ ഇതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ പായസവും കുടിച്ച് ഇറങ്ങുമ്പോൾ ഐശ്വര്യം ഉണ്ടല്ലോ, തേജസ് ഭയങ്കര പവർഫുള്ളാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് പോകരുത്. പിന്നെ ഗർഭിണികളോ ഹാർട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരോ ഇത് ചെയ്യരുത്, റിസ്ക് എടുക്കരുത്. പിന്നെ അവിടെ ചെന്നിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റിലൊക്കെ ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും. ഒരാൾ കൂടെ വേണം. അവിടെ റൂമുണ്ട്. 3 ദിവസം വ്രതം എടുത്തിട്ട് പോവുക. അവിടെ നിന്ന് ഈ മരുന്ന് സേവിച്ച് ഛർദ്ദിച്ച് ഫുള്ള് നെഗറ്റീവ്സും കളഞ്ഞ് അവിടെ നിന്ന് പാൽപായസം കുടിച്ചിട്ട് വീണ്ടും ഒരാഴ്ചയും കൂടെ നിങ്ങൾ ഇത് വ്രതം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പക്ക പോസിറ്റീവ് വൈബ് കിട്ടും കൂട്ടുകാരെ. 100% ഞാൻ ഉറപ്പ് തരുന്നു. എനിക്കിനി ഉടനെ പോകേണ്ടി വരും. ചേർത്തല ഇറങ്ങിയിട്ട് തിരുവിഴ അമ്പലം വളരെ ഫേമസായ അമ്പലമാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. കുറച്ചുകൂടെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, ആക്ടിവിറ്റീസ്. ഒറ്റയ്ക്ക് പോകല്. പിന്നെ ഈ ശ്വാസം മുട്ടൽ, ഹാർട്ടിന് അല്ലെങ്കിൽ പ്രശ്നം, ഗർഭിണികൾ അങ്ങനെയുള്ളവരൊന്നും ഈ മരുന്ന് സേവിക്കരുത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഈ നെഗറ്റീവ്, കുറേ നാളുകളോട് വീട്ടിൽ ഇരിക്കുന്നു, ജോലിക്ക് പോകാൻ തോന്നുന്നില്ല, അസ്വസ്ഥത, എല്ലാത്തിനും തടസ്സങ്ങൾ, അങ്ങനെ ഫീൽ ചെയ്യുന്നവർ ഉറപ്പായിട്ട് ഇത് പോയി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് പോസിറ്റീവ് വൈബ്, പോസിറ്റീവ് എനർജി, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓക്കെ ആവും. സംഭവം ഞാൻ പോയ സമയത്ത് ഞാൻ ആകപ്പാടെ പ്രശ്നത്തിലോട് അങ്ങനെ ഞാൻ ചെയ്തു. സത്യമായിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു ലോട്ടറി എടുത്തു, 5 ലോട്ടറി എടുത്തു. ഭാഗ്യം പോലെ ഇരിക്കേ, അത് എനിക്ക് 5000 വെച്ച് 5 അടിച്ചു. അതൊക്കെ ഭാഗ്യം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കണേ. താങ്ക് യു.